ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവേശ്വരൻ അതിശയമായി നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നീ യേശുവിൻ്റെ വാക്ക് അനുസരിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. തിബിരിയാസ് കടൽ തീരത്ത് 3-ാം തവണ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. വളരെ നിരാശപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വലിയ പ്രത്യാശ നൽകി അവർക്ക് ഒരു പ്രാതൽ നൽകുന്നതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇതിലെ 3 വാക്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ എടുത്ത് ചിന്തിക്കുന്നത്. അതിലെ 3-ാം വാക്യം, യോഹന്നാൻ 21 അധ്യായം 3-ാം വാക്യം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞ് അവർ പുറപ്പെട്ട് പടക് കയറി പോയി. പത്രോസ് ലീഹ വളരെ വിഷമിച്ച്, ജീവിതത്തിൽ വളരെ നിരാശ അനുഭവപ്പെട്ട് താൻ തൻ്റെ പഴയ ജീവിതത്തിലേക്ക്, പഴയ തൊഴിലിലേക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരും അവനൊപ്പം പടകിൽ കയറി പോകുന്നതാണ് നമ്മളിവിടെ വായിച്ചത്. അതിനു മുമ്പായി നമുക്ക് ഒരു വചനം കൂടെ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. അവൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കടൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻ പിടിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. കർത്താവ് ഇതിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകുവാൻ വേണ്ടി തൻ്റെ വലകളും പടകും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അവർ നിരാശപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒന്ന് ചേർത്ത് പിടിച്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ദൈവത്തെ അറിഞ്ഞ ഒരു നിമിഷമുണ്ട്, ദൈവത്തെ അനുഭവിച്ച ഒരു നിമിഷമുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നവരാണ്. പക്ഷേ ചില ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ചില നിരാശകൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ദൈവമില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം നീ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാതെ കർത്താവിനെ അനുഗമിക്കുവാനാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, അവർ തിരിച്ച് പഴയ തൊഴിലിലേക്ക് പോയിട്ടും അവർക്ക് യാതൊന്നും ലഭിച്ചില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് അവിടുന്ന് പിന്മാറി നമ്മുടെ സ്വയം തീരുമാനത്തിൽ നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. നഷ്ടങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലെ 6-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീൻ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ വാക്ക് അവർ കേട്ട് അവിടെ വല വീശിയപ്പോൾ ആ വലത്ത് വശത്തും ഇടത്ത് വശത്തും എല്ലാം അവർ വല വീശിയിട്ടുണ്ട്, അവർക്കൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ വലത്ത് വശത്ത് വല വീശിയപ്പോൾ വലിയ മീൻ പെരുപ്പമാണ് അവർക്ക് ലഭിച്ചത്. നമ്മൾ തകർന്ന്, നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ പോയെങ്കിലും
തിരിച്ചു വരാനാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ വാക്ക് കേൾക്കാനാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നിരാശകൾ പലതും ഉണ്ടായി നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയവരാണ്. എങ്കിലും ഈ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ വാക്ക് കേൾക്കുവീൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു തരും എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. ഇതിലെ 11-ാം വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതഭാരങ്ങൾ പലവിധമാണ്. നിരാശപ്പെട്ടു പോകാവുന്ന പല ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകും. ഇതിനു മുമ്പുള്ള വചനങ്ങൾ നമ്മളെ പറഞ്ഞത് ഇവിടെ വീണ്ടും നമ്മളോട് പറയുന്നത്, കർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ വാക്ക് കേട്ട് നീ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എത്ര ഭാരമുണ്ട് ആയാലും 153 മീനിൻ്റെ ഭാരം ചുമക്കുന്ന ആ വല കീറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എത്ര ഭാരമുണ്ടെങ്കിലും കർത്താവിൻ്റെ വലിയ കൃപയിൽ നിന്റെ ജീവിതം നശിച്ചു പോകാതെ കർത്താവ് കാത്തുകൊള്ളും എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ കർത്താവിനോട് പറയേണ്ട പ്രാർത്ഥനകളാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ പല അവസരത്തിൽ നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പഴയ പാപജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, ഈ വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കർത്താവേ, നിന്റെ കൃപയുണ്ടെങ്കിൽ, നിന്റെ വാക്ക് കേൾക്കുവാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നാളത്തെ കുർബാനയിൽ നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ തിരിച്ചു വരികയാണ്. നിന്നെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണപ്പാ. അവിടുന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലും പല പ്രയാസങ്ങൾ വരുമ്പോഴും പല ഭാരങ്ങൾ വരുമ്പോഴും ആ വല കീറാതിരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഉള്ളപ്പോൾ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോകുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായും കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കൃപ നമുക്ക് കർത്താവ് നാളത്തെ വിശുദ്ധ കുർബാനയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.